Hi all, magic morning. Morning. Magic morning. Okay. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? Yes. സന്തോഷം. ഓക്കെ. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം, നമുക്ക് വ്യാഴാഴ്ച മൈ സ്റ്റോറിയാണ്. ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഓസ്റ്റിൻ സാർ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മൈ സ്റ്റോറി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രവീണ മാമിന്റെ മൈ സ്റ്റോറിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ അത്രയും ഇൻസ്പയർ ആയിട്ടുള്ള അത്രയും നല്ലൊരു സ്റ്റോറി തന്നെ ആയിരിക്കും. സോ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു മുഫീദ, താങ്ക് യു സോ മച്ച്. ഈശ്വരൻ നന്ദി. കാരണം ഇന്ന് ഇങ്ങനെ ഒരു നിമിഷം അദ്ദേഹം എവിടെ കുറിച്ചു വെച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും ഇത് കൂടിയിരിക്കുന്നത്. അതിലേക്ക് നയിച്ച എല്ലാ ശക്തികൾക്കും സാഹചര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും എന്നിൽ ഏൽപ്പിച്ച ആ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ള ഒരു അവസരം കൂടി. അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മൈ സ്റ്റോറി. പക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്തായിരിക്കും സ്റ്റോറി, എന്താണ് നിങ്ങൾ സ്റ്റോറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൈ സ്റ്റോറി എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാവോ? ആരെങ്കിലും ഒരു നമ്മുടെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞ് സാധാരണ അങ്ങനെയാണ്. ഓക്കെ. വിജയിച്ച് നിൽക്കുന്ന ആ ഒരു ഇതുവരെയുള്ള എങ്ങനെ ഈ വിജയത്തിൽ എത്തി എന്നുള്ള ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഇതുവരെ എല്ലാവരും പറഞ്ഞിട്ടുള്ള. ഓക്കെ, എങ്ങനെ വിജയത്തിലേക്ക് എത്തി എന്നുള്ളത്. വിജയം ഈ നേരെ നമ്മൾ കാത്തിരിപ്പുണ്ട്. അതായത് വിജയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ അടുത്തത് എന്ത് ചെയ്തു എന്ന് എല്ലാവരും നോക്കൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം ഉണ്ടെങ്കിൽ അതൊരു 1-2 മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ അതിന്റെ പൊലിമ അങ്ങ് തീർന്നു പോകും. പിന്നെ വാട്ട് ഇസ് നെക്സ്റ്റ് ആണ്. അപ്പൊ വിജയങ്ങളിലേക്ക് വേണ്ടി ഇനിയും നടക്കുന്ന ഒരു വ്യക്തി ആയി മാറണമേ, അല്ലെങ്കിൽ എന്നിലേൽപ്പിച്ച കർത്തവ്യം പൂർണ്ണമായും തീർത്ത് മുന്നോട്ട് പോകാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോവാൻ. അപ്പൊ ഒരു പക്ഷെ മൈ സ്റ്റോറി നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ്, എവിടെയൊക്കെയായിരുന്നു, എവിടെയാണ് ജീവിച്ചത്, എങ്ങനെയൊക്കെയാണ് ജീവിച്ചതെന്നായിരിക്കാം. ശരി, അത് ഞാൻ പറയാം. എന്റെ ജനനം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ടൗണിൽ തന്നെയാണ് എന്റെ തറവാടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവിടെ ആരുമില്ല. അവിടെയാണ് അച്ഛനും അമ്മയും ഒരു അനിയത്തിയുമാണ് എനിക്കുള്ളത്. എല്ലാവരെയും പോലെ വിദ്യാഭ്യാസം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, BEd കഴിഞ്ഞു. ആസ് യൂഷ്വൽ സ്കൂളിൽ ജോലിക്ക് കയറി. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്ന സമയത്താണ് നമ്മുടെ കോവിഡ് വരുന്നത് തന്നെ. ഈ കോവിഡ് വരുന്ന സമയത്താണ് പലപ്പോഴും നമ്മളെ ചിന്തിപ്പിച്ച ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടായി. അന്ന് ആരോഗ്യത്തോടു കൂടി തന്നെ ആ കോവിഡ് കാലം മുന്നോട്ട് പോയി. അപ്പൊ ആ സമയത്ത് വർക്ക് ചെയ്ത സ്കൂളില് പകുതി സാലറി, കാരണം അതൊരു അൺഎയ്ഡഡ് സ്ഥാപനമായിരുന്നു. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്റ്റേറ്റ് സിലബസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് ഞാൻ സബ്ജക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് എടുത്തുകൊണ്ടിരുന്നത്. കാരണം എന്റെ BEd ഫിസിക്കൽ സയൻസ് ആണ്, ഡിഗ്രി ഫിസിക്സ് ആണ്. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ക്രൈസിസ് വരുന്നത്. അല്ലെ, നമുക്ക് എല്ലാവർക്കും ഓരോ ക്രൈസിസ് ആണ്. ആ ക്രൈസിസ് വരുന്ന സമയത്ത് എന്തുകൊണ്ടോ എനിക്ക് ആ സമയത്ത് പഠിക്കണം എന്നൊരു തോന്നൽ തോന്നി. പഠിക്കണം എന്നതിലുപരി എന്നെ കുറിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനാണ്. എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ തീരെ ഇത് തുടങ്ങിയത് കോവിഡ് കാലത്താണ്. അപ്പൊ എന്നെ കുറിച്ച് മനസ്സിലാക്കുക എന്നതിലേക്കാണ് ഞാൻ ആദ്യം സൈക്കോളജി എന്നൊരു പഠനത്തിലേക്ക് എടുക്കുന്നത്. അത് കോവിഡ് കാലത്ത് 1 മാസം മുമ്പേ ഞാനൊരു ഡിപ്ലോമയ്ക്ക് ചേർന്നു. ഡിപ്ലോമയ്ക്ക് ചേർന്ന് 1 മാസം ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്ന് മുന്നോട്ട് പോകുന്ന സമയത്താണ് കോവിഡ് വന്നു. ഡിപ്ലോമയുടെ സമയം കോവിഡ് ഡിപ്ലോമയൊക്കെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവിടെ ക്ലാസ്സുകളൊന്നും കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ വീണ്ടും ശരിക്കും പറഞ്ഞ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്കായി. കാരണം എന്നെ കുറിച്ച് മനസ്സിലാക്കുക, ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു പഠനത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇത് വീണ്ടും സ്റ്റോപ്പ് ചെയ്തപ്പോ പെട്ടെന്ന് ഒന്ന്
ശരിക്കും പറഞ്ഞാൽ ഒന്ന് പകച്ച ഒരു സമയം കൂടിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങളുടെ ഡിപ്ലോമയുടെ സാറ് പതുക്കെ ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഒരുക്കി. ആ കോവിഡ് കാലത്തും ഞങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പതുക്കെ പതുക്കെ സാർ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തു. ആ ഹോസ്റ്റൽ ആ സമയത്ത് ആരുമില്ല, വലിയൊരു 3 ബിൽഡിംഗ് ഹോസ്റ്റലാണ്, ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ആ ഡിപ്ലോമയ്ക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ലേഡീസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ കൂടെ 1-2 ജെൻസും ഉണ്ട്. പക്ഷെ 10-23 പേരുണ്ടായിട്ട് പോലും പിന്നെ ഈ അവസാനം ഈ കോവിഡ് കാലൊക്കെ ആയതുകൊണ്ട് ഒരു 10 പേർക്ക് അങ്ങനെയുള്ള അവസരത്തിൽ അവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ സ്കൂളത്തെ ജോബ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ഞങ്ങൾ അതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടു. ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ആരും അറിയാതെ അവിടെ നിന്ന് സാർ അവിടെ വരും. കാരണം ഹോസ്പിറ്റൽ വഴിയുള്ള ഒരു ഡിപ്ലോമ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഏത് ഹോസ്പിറ്റൽ മുമ്പ് പറയാതിരിക്കുന്നത്. അവിടെ വെച്ച് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് സാറ് അവിടെ ഹോസ്റ്റലിലേക്ക് വരും. അവിടെ ഹോസ്റ്റലിലുള്ള ഡൈനിങ് റൂമിൽ വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഡിപ്ലോമ പഠിക്കുന്നതും കംപ്ലീറ്റ് ചെയ്യും. ഒരു പ്രാക്ടിക്കൽ സെഷൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ പരസ്പരം ക്ലയന്റും കൗൺസിലറുമായിട്ട് വർക്ക് ചെയ്ത് ഞങ്ങൾ ഡിപ്ലോമ വളരെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് പിന്നെയും കോവിഡ് കാലം ബാക്കിയാണ്. പിന്നെയും ചേച്ചി പിന്നെ അങ്ങനെ അതിനുശേഷം ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കണം എന്ന് തോന്നിയപ്പോഴാണ് MSc സൈക്കോളജി ഓൺലൈനായിട്ട് ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ എടുക്കുന്നത്. 2 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പോരെ, കൗൺസിലിങ്ങിനെ കുറിച്ച് കുറെ തിയറികൾ മാത്രമേ പഠിച്ചു. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം. എന്തിന്? എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ, എന്നെ ഹീൽ ചെയ്യാൻ. അവിടുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് അല്ല, ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. NLP ഉണ്ട്, ഹിപ്നോതെറാപ്പി ഉണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് സൈക്കോളജിക്ക്. ഇതെല്ലാം ഒന്ന് നുകർന്നാലേ ഇതിലേക്ക് എന്തെങ്കിലും നമുക്കൊരു പോയിന്റ് കിട്ടുള്ളൂ. അവിടെ നിന്ന് പിന്നെ ഞാൻ എന്നെ ഹീൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ആദ്യം എനിക്ക് കോവിഡ് കാലം ആദ്യത്തെ കോവിഡ് കാലം മാറിയിട്ട് ജസ്റ്റ് 4 വീലേഴ്സ് ഒക്കെ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് രണ്ടും കൽപ്പിച്ച് ഒരാഴ്ച പഠിച്ച എപ്പോഴോ എടുത്ത എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പൊടി തട്ടി ഞാൻ എറണാകുളത്തേക്ക് യാത്ര തുടങ്ങി. 2 ആഴ്ചയായിട്ടുള്ളൂ. 2-3 വർഷം മുൻപ് എടുത്തു വെച്ച ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഒരാഴ്ച കൊണ്ട് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുടെ സഹായം കൊണ്ട് പഠിച്ച് ആരോടും പറയാതെ വീട്ടിൽ മാത്രം പറഞ്ഞിട്ട് ഞാൻ ആ വണ്ടി എടുത്ത് ധൈര്യപൂർവ്വം എറണാകുളത്തേക്ക് ഇറങ്ങി. തിരിച്ച് അവിടുന്ന് NLP ബേസിക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ കോഴ്സിന് വേണ്ടി അവിടെ എത്തിയപ്പോൾ അവിടെ ആർക്കും അങ്ങനെ കോഴ്സ് അവിടെ ഉള്ളവർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം അതും ആരും അറിയാതെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. ആ സമയത്ത് അവിടെ വെച്ച് ഞാൻ ഒരുപാട് ഹീലിങ്ങിനെ കുറിച്ച് പഠിച്ചു. സ്വയം ഹീലായി എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് NLPയുടെ ശക്തി കൂടുതൽ മനസ്സിലാക്കുന്നതും. പിന്നെ അവിടുന്ന് ബേസിക് കഴിഞ്ഞ് അഡ്വാൻസ്ഡ് കഴിഞ്ഞ് മാസ്റ്റേഴ്സും കഴിഞ്ഞ് പൂർത്തിയാക്കിയത്. പിന്നെ ഇടയ്ക്ക് ബേസിക് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ടാവും. ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അത് പതുക്കെ പതുക്കെ എന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങി. എന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്തുകൊണ്ട് മറ്റുള്ളവരെയും കൂടി ഇതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സാധിക്കും, എന്ന് ഇറങ്ങി തിരിച്ചുകൂടാ എന്ന് തോന്നിയപ്പോഴാണ് കോവിഡ് കാലത്ത് ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് നടത്തുന്ന, പ്രത്യേകിച്ച് ഒരുപാട് ട്രോമയിലൂടെ കടന്നുപോയ അച്ഛനായിട്ടും അമ്മയായിട്ടും കുടുംബം നഷ്ടപ്പെട്ട ഒരുപാട് കോവിഡ് കാലത്തുള്ള വ്യക്തികൾക്കുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ എത്തുന്നത്. അങ്ങനെ ആ ഗ്രൂപ്പ് വഴി പതുക്കെ പതുക്കെ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ആ കോവിഡ് കാലത്ത് ഈ കുറെ കോഴ്സുകൾ ഞാൻ ഡിപ്ലോമയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ കോഴ്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ പഠിച്ച സമയത്താണ് ഇങ്ങനെ ഒരു കമ്പനിയിലേക്ക് ഒരു അവസരവുമായിട്ട് എന്റെ മുന്നിൽ ഒരു അവസരം വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എന്റെ പ്രൊഫഷനിൽ ഒരു മാറ്റമായിക്കൂടാ എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു. ആ ചിന്തിച്ച സമയത്ത് വെറുതെ ഞാനൊരു സ്കൂളിൽ നിന്ന് ആ മാർച്ചോട് കൂടി ധൈര്യപൂർവ്വം ഒരു റെസിഗ്നേഷൻ ഞാൻ എഴുതി കൊടുത്തു. സത്യം പറയുകയാണെങ്കിൽ വീടിന് വളരെ അടുത്താണ്, 10 മിനിറ്റ് നടന്നാൽ സ്കൂളിലെത്തും. വളരെ സേഫ് ആയിട്ടുള്ള ജോബാണ്. അവിടെ എന്റെ പ്രസൻസ് സ്കൂളുകാർക്കും കുട്ടികൾക്കും ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ജോലി വളരെ സേഫ് കംഫർട്ട് സോണിലായിരുന്ന സമയത്താണ് എനിക്ക് എന്തുകൊണ്ട് ഒരു മാറ്റമായിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ച് ഇറങ്ങി തിരിച്ചത്. എന്തായാലും മുൻകൂട്ടി അവിടെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുക്കണം. കാരണം അതൊരു മാന്യതയാണ്. നമ്മൾ അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോരുമ്പോൾ സ്കൂൾ അധികൃതർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കും ഉപരി അവിടെ കുട്ടികൾക്ക് വല്ലാതെ മാനസിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർച്ച് 30-ാം തീയതി ഞാൻ ആരോടും പറയാതെ റെസിഗ്നേഷൻ എഴുതി പ്രിൻസിപ്പളെ കയ്യിൽ കൊണ്ടേ കൊടുത്തു.
ഞാൻ പറഞ്ഞു എനിക്കൊരു മാറ്റം എന്തായാലും ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. മാറ്റം ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഓക്കെ, എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ വീട്ടിൽ ഇരുന്ന് 2 മാസം കൊണ്ട് ഒരുപാട് ജോലികൾ അന്വേഷിച്ചു. പ്രതീക്ഷയുണ്ടായിരുന്നു എവിടെ ആയാലും ഒന്നും തടയാതിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ചെയർമാൻ എന്ന കമ്പനിയിലേക്ക് ഒരു മാർക്കറ്റിംഗ് ഹെഡ് 14 ഡിസ്ട്രിക്ട് മാനേജ് ചെയ്യാൻ ഒരു വേക്കൻസി ഉണ്ടെന്നാണ്. അപ്പൊ ഞാൻ പഠിച്ചത് B.Ed ആണ്, ജോലി ചെയ്തതും ടീച്ചറായിട്ടാണ്, പിന്നെ പഠിച്ചത് MSc സൈക്കോളജിയാണ്, പിന്നെ അതിനുള്ള ഒരുപാട് ബ്രാൻഡ്സ് പഠിച്ചു. എങ്ങനെ ഇത് ചെയ്യും എന്നൊന്നും ഞാൻ ഓർത്തില്ല. അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇഫ് യു ആർ റെഡി ടു ലേൺ യു ക്യാൻ കം വിത്ത് us എന്നോ. പഠിക്കാൻ റെഡി ആണെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ജോലിയിൽ പങ്കെടുക്കാമെന്ന് ഇന്റർവ്യൂയിലൂടെ അവിടെ പറഞ്ഞു. അങ്ങനെ ധൈര്യപൂർവ്വം രണ്ടും കൽപ്പിച്ച് ഞാൻ എറണാകുളത്തേക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പതാ 3 വർഷം ഈ കമ്പനിയിൽ ജോലി ചെയ്ത് മുൻപോട്ട് പോകും. തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാൽ, പഠിക്കാൻ തയ്യാറുണ്ടോ എന്തും നമ്മുടെ ധൈര്യം കൊണ്ട്, നമ്മുടെ വിൽ പവർ കൊണ്ട് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കും, നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കിയെടുത്താൽ ഇന്നും ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ഓരോ മീറ്റിങ്ങിന്റെ സമയത്തും അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് എനിക്കിത് അറിയില്ലല്ലോ എന്നായിരുന്നു. ഞാൻ ചിന്തിച്ചത് ഇത്ര മാത്രം, എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ഓർത്തു വെക്കുകയും എവിടെയെങ്കിലും എഴുതി വെക്കുകയും ചെയ്യും. ഇതിനെ കുറിച്ച് കൂടുതലൊന്ന് പഠിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ അത്ഭുതം എന്ന് പറയുന്നത്, ഈ പഠിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതി വെച്ചതിന് ശേഷം ഓരോരോ അവസരങ്ങളായിട്ട് കമ്പനിയിലേക്ക് ഓരോ ട്രെയിനിങ്ങളായിട്ട് പല ഗ്രൂപ്പിൽ നിന്നും കമ്പനിയിൽ ഒരു സാറ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ആയിട്ട് ഷെയർ ചെയ്ത് തരാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഇതേപോലെ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, കാരണം അത് ബിസിനസ്സിൽ അത് കൂടുതൽ എന്നെ പ്രൊമോട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കി ഞാൻ ആഗ്രഹിച്ചതും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമാണ്. അപ്പൊ ആ രണ്ടും കൽപ്പിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓഫീസിൽ പറഞ്ഞ് ആ കോഴ്സിന് പോകും. കോഴ്സിനൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ മുന്നിൽ എത്തുന്നതെന്ന് മറന്നു പോകുന്ന നിമിഷമാണ്. പിന്നെ ഓരോന്നും പിന്നെ എന്ത് ചെയ്യുന്നത് ആ രീതിയിൽ, ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും പോപ്പനപ്പോ ആണെങ്കിലും NLP ആണെങ്കിലും ഫിസിയോതെറാപ്പി ആണെങ്കിലും ഒരുപാട് ബ്രാഞ്ചസിലൂടെ പഠിച്ച് നേടിയെടുത്ത അറിവ് ഇത്ര മാത്രം. ആഗ്രഹിക്കുക, ആഗ്രഹിച്ചത് മുന്നിലെത്തുമ്പോൾ അതിനെ കുറിച്ച് ഇത്ര മാത്രമേ ഓർക്കാവൂ. ഇപ്പോ ഈ നിമിഷം അത് എന്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടൈം, ഐ ആം ഇൻ ദ ബെസ്റ്റ് പ്ലേസ്, റൈറ്റ് പ്ലേസ് ആൻഡ് ദ റൈറ്റ് ടൈം ആൻഡ് ഡൂയിങ് ദ റൈറ്റ് തിങ്. പിന്നെ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ആർജവം ഉണ്ടായിരുന്നു മനസ്സിൽ. അതിനെക്കുറിച്ച് പഠിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി BMAGIC-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു 4 വർഷമായിട്ടാണോ എന്ന് തോന്നുന്നു ഒരു പക്ഷേ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി. അതും ഒരു മിറാക്കിൾ പോലെയാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നത്. NLP പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടീമുകൾ എല്ലാവരും കൂടി ചേർന്ന് ആദ്യമായിട്ട് ഒരു ട്രെയിനിങ് നമുക്ക് ഓൺലൈനിലൂടെ കണ്ടക്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഒരു Zoom പ്ലാറ്റ്ഫോമിലൂടെ ഒരു കാര്യം പഠിച്ച് ഞാൻ ട്രെയിനിങ് സെഷനിലേക്ക് മുന്നോട്ട് എടുത്ത് ചാടിയത്. ഒരു ധൈര്യം തന്നെയായിരുന്നു, അവിടെയുള്ളവരുടെ ധൈര്യവും സപ്പോർട്ടും കൂടി എഴുതി തുടങ്ങിയത്. അങ്ങനെ പിന്നെ വായനയിലേക്ക് കൂടുതൽ പോയി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വായിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഒരു പക്ഷെ എന്നെ ഹീൽ ചെയ്യാൻ ആദ്യം ശ്രമിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് നിങ്ങളോട് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നത് പോലും. കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ ഹീൽ ചെയ്യാൻ മറന്നു പോകാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, പക്ഷെ പഠിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രം. ഇത് എന്റെ വീട്ടിലുള്ള ആളൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം കുറച്ചും കൂടി നന്നാവുമായിരുന്നു. അത് തെറ്റാണ്. ഇപ്പൊ പഠിച്ച കാര്യം എനിക്ക് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്താൽ എന്റെ ജീവിതം മെച്ചപ്പെടും. എന്റെ ചുറ്റുമുള്ളവരും എന്റെ രീതിയിൽ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ വന്നു ചേരും. ഇനി വന്നില്ലാതിരിക്കട്ടെ, അത് ആഗ്രഹമാണ്, അത് അവരെ കഴിച്ച് വിട്ടേക്കുക. ഇപ്പൊ മനസ്സിൽ ഒരുപാട് ദേഷ്യവും സങ്കടവും തോന്നാറില്ല, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തല്ലോ അതുകൊണ്ടല്ലേ എന്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് തോന്നലിലേക്ക് വരാറില്ല. കാരണം ഹീൽ ചെയ്യാൻ സാധിച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. അത് സംഭവിച്ചത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ അത്തരം ഒരു ക്രൈസിസ് വന്നു പെട്ടത്.
ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ വരുന്ന ഒരു ചെറിയ പ്രശ്നം പോലും ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി എനിക്ക് അതിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നിടത്ത് എന്റെ സാഹചര്യങ്ങളും എന്നിൽ വരുന്ന മുന്നിലേക്ക് വരുന്ന വ്യക്തികൾക്ക് മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വീട്ടിലായാലും ചുറ്റുമുള്ളവരായാലും ജോലി സ്ഥലത്തിൽ എവിടെയാണെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നത് ഇത്ര മാത്രം. അതൊരു പക്ഷെ ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുകളിൽ ഒന്നാണ്. ഓൾ തോട്ട്സ് ആർ പ്രേയേഴ്സ്. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ പ്രാർത്ഥനകളായി മാറുന്നു എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അതായത് അതിന്റെ മെയിൻ ആയിട്ടുള്ള കീ പോയിന്റ്സ് ആണ്. ഓൾ തോട്ട്സ് ആർ പ്രേയേഴ്സ്. എനിക്കിത് നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ ചിന്തയാണ് ആ ചിന്ത ഒരു പ്രാർത്ഥനയായിട്ട് മാറുന്നു എന്ന് പറയുന്നു. കാരണം അതൊരു വൈബ്രേഷൻ ആയിട്ട് പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് മുന്നോട്ട് വരണം, എനിക്ക് അവിടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, എന്റെ ലൈഫിൽ കൂടുതൽ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു പ്രയർ ആയിട്ട് മാറുന്നു. മറ്റേത് ചിന്തിച്ചു നോക്കൂ, അയ്യോ എനിക്കിന്ന് തലവേദനയാണ്, എനിക്കിത് തീരെ സുഖമില്ല, എനിക്ക് എന്തോ വയ്യായ്മ തോന്നും. ഇതൊക്കെ ചിന്തകളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ഉടനെ ആ ചിന്തകൾ അതൊരു പ്രാർത്ഥനയായിട്ട് മാറും. നിങ്ങൾക്ക് എപ്പോഴും വയ്യായ്മയും അസുഖങ്ങളും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ തലവേദന എടുക്കുന്നുണ്ട്, അത് ഇപ്പോഴാണ് ആ ചിന്ത, ഇപ്പൊ ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ദിസ് ഇസ് എ പ്രയർ. അതിൽ നിന്നും എനിക്ക് എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് യാത്ര ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ആ തോട്ടിൽ നിന്നും ഒരു ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് ആ തോട്ട് നമ്മളെ മുന്നോട്ട് നയിക്കും. അത് എന്റെ ബോഡി എന്നെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുമെന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ ഒരുക്കും. ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇത്ര മാത്രമാണ്. ഓൾ തോട്ട്സ് ആർ പ്രേയേഴ്സ്. എന്റെ ചിന്തകളെല്ലാം തന്നെ എന്റെ ഉപബോധ മനസ്സിൽ നിന്നും ഞാൻ എപ്പോഴൊക്കെയോ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പൊ എന്റെ ചിന്തകൾ മാറ്റിയാൽ തീർച്ചയായിട്ടും എന്റെ ജീവിതം വളരെയധികം മെച്ചപ്പെടും. ഇപ്പൊ ചിന്തിക്കുന്നത് അത്ര മാത്രം. കാരണം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നേ പറ്റും. ഈ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ എന്തായാലും മുന്നോട്ട് വരും. എന്തിനേറെ പറയുന്നു, ഈ ശരീരം പോലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റില്ല, നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയല്ലേ ഉള്ളൂ, എന്റെ ശരീരം ആരോഗ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പൊ അവിടെയെങ്കിലും ചുറ്റും കാണുന്ന സമയത്ത് അതിന് വേണ്ടത് ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ ചെയ്യണം. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്താൽ ഞാൻ ഇപ്പൊ പോകുന്നത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനാണ്, എന്റെ ബോഡിയുടെ ഹീലിംഗിന് വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ദ റൈറ്റ് പേഴ്സൺ. കാരണം ആ ചോയ്സ് എന്റേതാണ്. സോ ഐ ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി വാട്ട് എവർ ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ എന്തും സംഭവിച്ചോട്ടെ, ആ സംഭവിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം നമ്മളാണ് ഓർക്കുക. കാരണം മുൻപ് എപ്പോഴോ സംസാരിച്ചിട്ടുള്ളതും പറഞ്ഞതുമായ കാര്യങ്ങളുടെ ഇഫക്റ്റ് ആണ് ഇപ്പോ ഈ നിമിഷത്തിൽ നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഐ ആം റെസ്പോൺസിബിൾ ഫോർ വാട്ട് എവർ ഫെയിലിയേഴ്സ് ആൻഡ് സക്സസ് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും കാണുന്നത് സക്സസ് എന്ന് പറയുന്നത് എന്റെ മിടുക്കുകൊണ്ടാണ്, ഫെയിലിയർ എന്ന് പറയുന്നത് അവരത് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ ജയിക്കാമായിരുന്നു, എനിക്കിത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു, അവർ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് എങ്ങനെയായിട്ട് എന്റെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്ത് ഇപ്പൊ സംഭവിച്ച ഈ ഫെയിലിയർ പോലും എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ പണ്ട് എപ്പോഴും എന്റെ ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ള എന്റെ ചിന്ത ഒരു പ്രാർത്ഥനയായി മാറിയതിന്റെ ഫലമാണ് ഇപ്പൊ ഞാൻ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇനിയും ഏറെ പഠിക്കാനുണ്ട് നമുക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ വായിക്കാൻ, മുന്നിൽ വരുന്ന വ്യക്തി എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും എനിക്ക് മാറാൻ സാധിക്കുന്നുണ്ട് എന്നാണ് സത്യം. എന്തുകൊണ്ടാണ് അവർ എന്നോട് പറഞ്ഞത്, എന്തിനാണ് ഞാൻ അങ്ങനെ അത് കാണാൻ ഇടയായത് എന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ എപ്പോഴൊക്കെയോ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വരുന്നത്. നമ്മൾ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ച ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഒരു സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചം പറയുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് വന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരം അതിൽ അടങ്ങിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ സാഹചര്യങ്ങളെ വ്യക്തികളിൽ നിന്നും അത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കാറില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ പോലും ഒരു വ്യക്തി അതിലേക്ക് പോയിട്ടുണ്ട്, ആ അതിലെ വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതെന്തോ എന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ചിന്തയിലേക്ക് വളരാൻ നമുക്ക് സാധിച്ചാൽ ഓരോ നിമിഷവും
നമുക്ക് ധൈര്യപൂർവ്വം നടക്കാനുള്ള ഒരു കരുത്ത് ഉള്ളിൽ നിന്ന് ലഭ്യമാവും എന്നുള്ളത് തീർച്ചയാണ്. ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. കാരണം എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത് എന്ന് പോലും ചിന്തിക്കുക. അവിടെ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇത് കുറച്ച് നേരത്തെ ആവാമായിരുന്നു. ഇല്ല, ഇപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചതെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇനി ഇവിടുന്ന് മുതൽ എനിക്ക് ഇത്തരം ഒരു ചിന്ത, എനിക്കിത് വേണം എന്ന ചിന്ത എന്നിലേക്ക് ഉടലെടുത്തുവെങ്കിൽ അവിടെയാണ് നമ്മുടെ സമയം. അപ്പൊ അത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. അവിടെ മുതൽ നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളും സാഹചര്യങ്ങളും അതിലേക്ക് നമ്മളെ നടത്തുന്ന സൂചികകളാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് പോവാം. ഇപ്പൊ സൈക്കോളജിയിൽ കൂടി പറയുന്നത്, പഠനങ്ങൾ പോലും പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ വരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും പഠിക്കാൻ നിങ്ങൾ കയറിയാൽ അതൊരു പുസ്തകത്തിനേക്കാളും വലിയ ഒരു പഠിപ്പ് തന്നെയാണ്. കാരണം അവിടെ ഏറെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാനാണ് നമുക്ക് സമയമില്ലാത്തത്. കേട്ടിരിക്കാൻ നമുക്ക് സമയമില്ല, കണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ കാണുന്ന ഒരു സിനിമയിൽ പോലും നിങ്ങൾ ആഗ്രഹിച്ച ചോദ്യത്തിനൊരു ഉത്തരം നിങ്ങൾക്കായി നൽകുന്നുണ്ടാവും. അവിടെ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഒരു എക്സാമ്പിൾ കൂടി പറയാം. കഴിഞ്ഞ ദിവസം തിരിച്ച് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ട്രെയിനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം സ്റ്റേഷൻ അടുക്കാറാണ്. ആ സമയത്തുള്ള ഒരു വ്യക്തി ഒരു കൈ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ട്രെയിനിൽ വരാൻ സമയമായത് കൊണ്ട് ബാഗൊക്കെ എടുത്ത് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, അതിനത്ര ശ്രദ്ധ കൊടുത്തില്ല. പക്ഷെ എപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുത്താൽ എന്തായാലും കുഴപ്പം. ചിലർ പറയാം അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുക്കരുത്. അവരെന്തായാലും നമ്മുടെ മുന്നിൽ കൈ നീട്ടുന്നത് വലിയ മാളികകളൊന്നും ഉണ്ടാക്കാനൊന്നും ആയിരിക്കില്ല. ചിലപ്പോ അന്നത്തെ ഒരു ഭക്ഷണമായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് പറയുന്നുമില്ല എനിക്ക് 50 രൂപ തരണം, എനിക്ക് 10 രൂപ തരണം, എനിക്ക് 100 രൂപ തരണം, നിങ്ങൾ തരുന്ന എന്തും ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവരെ കൈ നീട്ടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ആ സമയത്ത് ബാഗ് തുറന്നപ്പോ എവിടെയും ചില്ലറയായിട്ടൊന്നും കണ്ടില്ല. അപ്പൊ പെട്ടെന്ന് വണ്ടി എത്താനായത് പോലും സംഭവിച്ചപ്പോ ഞാൻ ചെയ്തത് ഇത്ര മാത്രം, ഇത് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ട്രെയിൻ ഇറങ്ങി മുന്നോട്ട് നടന്നത്. ബസ് കയറിയപ്പോ സമയത്താണ് അവിടെ ഒരു ബോക്സ് വെച്ചിരുന്നത്. ആ ബോക്സ് എടുത്തിട്ടാണ് ആ ഡ്രൈവർ വന്നത്. അപ്പൊ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തി മരിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാവരും അവരുടെ കുടുംബത്തിന് വേണ്ടി, പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു, അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവർക്ക് വേണ്ടി നൽകാൻ എനിക്ക് നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ ടിക്കറ്റ് ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക അതിൽ നൽകണം. അപ്പൊ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ ആ സമയത്ത് അതിന് സാധിച്ചില്ലെങ്കിലും അതിന് അടുത്തൊരു വഴി പ്രപഞ്ചം ഒരുക്കി എന്നുള്ളതാണ് സത്യം. പിന്നീടും എന്റെ മനസ്സിൽ ഈ കൊടുക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ചിന്തകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം, ഈ 2 ദിവസം മുൻപ് ഒരു മൂവി കണ്ടു. ആ മൂവിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കൂ. അവർ അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ തെളിച്ചം നിങ്ങളുടെ മുന്നിൽ കാണാം. അത് കഴിഞ്ഞ് ഞാൻ ആ പോയിന്റ് ഒന്ന് എഴുതി വെച്ചു. ഇനി ഒരു ക്ലാസ്സിൽ ഇതേപോലെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കയറിയപ്പോൾ പറയുന്നത് ഇത്രയാണ്: നിങ്ങൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൈകൾ പിടിച്ച് അവരുടെ കൈകളിലേക്ക് അതൊന്ന് വെച്ചു കൊടുക്കുന്നു. അതൊരു വലിയൊരു അനുഭവമാണ്. ആ പ്രവർത്തനം നിങ്ങൾ എവിടെയും മുന്നോട്ട് നയിക്കും എന്നുകൂടി പറഞ്ഞു. അപ്പൊ കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പല രീതിയിൽ വന്നു ചേർന്നുകൊണ്ടേയിരുന്നു. അപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുന്നിലേക്ക്, ആ ആഗ്രഹിക്കുന്ന നിമിഷം മുതൽ പ്രപഞ്ചം അത് നമ്മുടെ മുന്നിലേക്ക് ഒരുക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു നൽകിക്കൊണ്ടേയിരിക്കുമെന്നാണ്. പക്ഷെ നമ്മളിതൊന്നും കാണാതെയാണ് പോകുന്നത്. ചെയ്യാനുള്ളത് ഇത്ര മാത്രം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് മാത്രം. പഠിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക, മുന്നിൽ വരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും കുറിച്ച് പഠിക്കുക, കൂടുതൽ കേൾക്കാനുള്ള അവസരം ഒരുക്കുക, നന്നായി ഒബ്സർവ് ചെയ്യുക, ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. ഒരാഗ്രഹം ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തു എങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു അച്ചീവ് ദാറ്റ് വാട്ട് ഇസ് ദർ ഇൻ യുവർ മൈൻഡ്. കാരണം ആ ചിന്തയും ഒരു പ്രാർത്ഥനയായിട്ട് മാറും എന്നോർക്കുക. എപ്പോഴും ഓർക്കുക, എന്റെ ചിന്തകളെല്ലാം എന്റെ പ്രാർത്ഥനയായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ ചിന്തകൾ ഒരു വൈബ്രേഷൻ ആയിട്ട് മുന്നോട്ട് നന്നായി ചിന്തിക്കുക. എനിക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹിക്കും, നമ്മളൊന്ന് ആഗ്രഹിച്ചു നോക്കും, അതൊരു വല്ലാത്തൊരു വൈബ്രേഷനാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. മറ്റൊരു അസുഖത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ അതും വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ നയിക്കും.
ചിന്തകളെല്ലാം പ്രാർത്ഥനകളാണ്. ആ ചിന്തകൾ നേർവഴിക്കുള്ളതാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ നമ്മൾ മുന്നോട്ട് പ്രപഞ്ചം ഒരുക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മൾ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് നടക്കണമെന്ന് അത് പോസിബിൾ അല്ല. ആഗ്രഹിച്ചതുപോലെ അല്ലാതെ ആഗ്രഹിച്ച കാര്യം മാത്രം ലഭിക്കുന്നുണ്ടോ, അത് ഏത് രീതിയിലാണെന്ന് പഠിക്കുന്നിടത്ത് നമുക്കത് ആഗ്രഹിച്ചിട്ട് എത്തിക്കാൻ സാധിക്കില്ല. അതിനെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക. ആ ആഗ്രഹം ഓരോ രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചു കൊടുക്കുക. അതിലേക്ക് എത്താൻ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുക. എന്നും മുന്നോട്ട് നടന്നുകൊണ്ടേ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അതും എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഒരു ഫലമായിട്ടായിരിക്കാം ഇപ്പൊ മനസ്സിൽ ഒരുപാട് ശാന്തത കൈവന്നിട്ടുണ്ട്. ഒരു പെട്ടെന്ന് എന്ത് സക്സസ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് നടത്തിയാലും ഒരു എക്സൈറ്റ്മെന്റ് വല്ലാതെ ഫീൽ ചെയ്യാറില്ല. യെസ്, കാരണം അത് നടക്കാൻ ആരൊക്കെയോ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ ആ പ്രാർത്ഥന എന്നിലൂടെ നടത്തപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ആ സക്സസ് നമുക്കൊരു പുഞ്ചിരിയോട് കൂടി മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് എപ്പോഴും മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ നിങ്ങൾക്ക് ഏവർക്കും പ്രപഞ്ചത്തിനും തീരുമാനത്തിനും ഒക്കെ നന്ദി പറയുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കല്ലോ. ഇതൊക്കെയാണ് ഞാനിപ്പോ എന്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറച്ച് കാര്യം. താങ്ക് യു. ഇത്രയും നേരം കേട്ടിരുന്നു. ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം മാം ഒരു സ്റ്റോറി പ്ലസ് ഒരു സെഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇനി നിങ്ങളുടെ ടൈമാണ്. മാം പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഫീഡ്ബാക്ക് പറയാം. അപ്പം ആരാണ് ഫസ്റ്റ് വരുന്നത്? പറഞ്ഞോളൂ. പ്രീത മാം. ഹലോ, ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു സെഷൻ തന്നെ പറയണം. അതായത് സ്റ്റോറിയിൽ ഉപരി മാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ ആഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോ വളരെയധികം നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട കുറെ കാര്യങ്ങൾ മാം പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നമുക്ക് സ്വയം നമ്മൾ തോന്നണം, നമ്മൾ മാറണം എന്ന് നമ്മൾ വിചാരിച്ച് മാത്രമേ നടക്കുള്ളൂ. നമുക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ മാം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കുറെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വെക്കാതെ നമുക്ക് ആ ആഗ്രഹം സഫലീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ ചെറിയ കുട്ടികളുടെ കാര്യം എടുക്കുക. അവര് ഇപ്പൊ നമുക്ക് നല്ല ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മളെ അവര് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ എങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ വളർത്തണം, അവർക്ക് ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് അത്രയും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും ആ ഒരു ചിന്തയായിരിക്കും. അവരെ നല്ലൊരു രീതിയിൽ വളർത്തണം, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി ആക്കി കൊടുക്കണം എന്നുള്ളത്. പക്ഷെ അവര് കുറച്ചൊക്കെ വളർന്ന് അവര് നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിശ്രമിക്കേണ്ട ടൈമാണ്. അപ്പൊ അതുവരെ നമുക്ക് അവരെ കുറിച്ച് മാത്രമായിരിക്കും ചിന്ത. എങ്ങനെ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ നമ്മൾ അതൊക്കെ മറക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. പിന്നെ അവർക്ക് ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ അവർക്ക് നിൽക്കാം, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്നുള്ള ഒരു ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കും. പിന്നെ നമുക്ക് നമ്മുടെ സ്വയം കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എത്ര ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ അതിൽ സ്റ്റെപ്പ് വെക്കുക. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോ എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, അതൊക്കെ നമുക്ക് ഈ ബി മാജിക്കിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മാമിന്റെ ക്ലാസ് ആയാലും മറ്റുള്ള ലീഡേഴ്സിന്റെ ക്ലാസ് ആയാലും നമുക്ക് അത് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സങ്കടം മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, ഞാൻ ഈ ഒരു കാര്യം ചിന്തിച്ച് നമ്മൾ അതിൽ ഡെസ്പായി നിൽക്കും. പക്ഷെ അതിൽ നിന്ന് മറികടന്ന് ചിന്തിച്ചേ പറ്റൂ. അങ്ങനെയുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ എന്തായാലും ഇതുപോലുള്ള ക്ലാസ്സുകൾ നന്നായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാമിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഇൻസ്പിറേഷൻ തരുന്ന ഒരു സ്റ്റോറി തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത. പ്രീത പറഞ്ഞത് കുട്ടികളുടെ കാര്യമാണ്. അതായത് അവരുടെ ഭാവി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിലല്ല. നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഇത്ര മാത്രം. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കണ്ടുപഠിച്ചാൽ തന്നെ അവർ മുന്നോട്ട് പോയിക്കോളും. കാരണം അവരുടെ മുന്നിലുള്ള പഠിക്കാനുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മൾ പാരന്റ്സ് ആണ്. അപ്പൊ ആ പാരന്റ്സ് എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, അവർ ഓരോ അവസരങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ മാനസിക തലത്തിൽ നിന്ന് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്.
കാരണം നമ്മൾ പതർന്ന് കാണുമ്പോൾ ആ കുട്ടികളും അത് പകർച്ചയോട് കൂടിയിട്ട് അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ കാണുകയുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ മാറ്റങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നമ്മുടെ ജീവിതം ഈ വ്യക്തി എന്ന രീതിയിൽ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നമ്മളെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വളർത്താൻ പറ്റും ആ രീതിയിൽ വളർത്തുക. കാരണം നമ്മുടെ വളർച്ച കണ്ട് മറ്റുള്ളവർക്ക് തിരിച്ചറിയാവുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ ചുറ്റുമുള്ളവർക്കും ഒരു മാറ്റം നമ്മളിലേക്ക് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും പ്രീത ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇത് തന്നെ മറ്റു കുട്ടികൾക്കുള്ള ഒരു പാഠമാണ്. കാരണം എന്നും ഒരു രാവിലെ എഴുന്നേറ്റ് നല്ലൊരു ക്ലാസ്സിൽ കയറുന്നു, കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, സ്വയം മാറ്റങ്ങൾ വരുത്തുന്നു. അത് മതി അവർക്ക് പഠിക്കാറുണ്ട്. കാരണം ഇത് മനസ്സിലാക്കുമ്പോൾ അവരും എപ്പോഴും അവരെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. എന്തായാലും പഠനങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു പ്രീത. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. നൗഫൽ സർ. രാവിലെ തന്നെ വളരെ ഇൻസ്പയർ ആയിട്ടുള്ള സ്റ്റോറി. സത്യം പറഞ്ഞ ഒരു ആത്മകഥ വായിച്ച ഒരു ഫീലിങ്സ് ആണ് കിട്ടിയത്. അതിലൂടെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചു. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം, പറഞ്ഞോളൂ. താങ്ക് യു മേഡത്തിന് സ്പെഷ്യൽ താങ്ക് യു. അതേപോലെ വിമർശിക്കുന്നു. വളരെ നല്ലൊരു സെഷൻ എന്ന് പറയാം. ഒരു സ്റ്റോറി പോലെ തോന്നിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചു. അതിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്, അതേപോലെ നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ടാണെങ്കിൽ പോലും ഇതൊരു പ്രാർത്ഥനയാണെന്നുള്ളത് നമ്മൾ ഓർക്കാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും അവസരങ്ങളുണ്ട്. ശിഷ്യൻ തയ്യാറായാൽ ഗുരു പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പൊ മാഡം തയ്യാറായ ആ സമയത്ത് എത്രമാത്രം ഗുരുക്കളും അവസരങ്ങളുമാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യുക. അതുപോലെ ഒരുപാട് ഓരോ സെക്കൻഡിലും ഒരുപാട് പോയിന്റുകളാണ് എടുത്തെടുത്ത് പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് നാളേക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന പോയിന്റ്സുകളാണ്. അപ്പൊ വളരെ നന്നായി. താങ്ക് യു മാം. താങ്ക് യു നൗഫൽ. നൗഫൽ പറഞ്ഞ കാര്യം കണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് പഠിപ്പിക്കാൻ ആവശ്യമായി ഗുരു നമ്മുടെ മുന്നിലെത്തും. അപ്പൊ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ശരി ഞാനൊന്ന് കാര്യം പഠിക്കട്ടെ. അപ്പൊ ഈ ഗുരുവിനെ എവിടെ കിട്ടുന്നതാണ്. ചിലപ്പോ ആ ഗുരു എന്ന് പറയുന്ന മുന്നിലിരിക്കുന്ന അച്ഛനായിരിക്കാം, മുന്നിലിരിക്കുന്ന അമ്മയായിരിക്കാം, മുന്നിലിരിക്കുന്ന ഒരു പുസ്തകമായിരിക്കും, മുന്നിലിരിക്കുന്ന ഒരു പാൽക്കാരനായിരിക്കും, ചിലപ്പോൾ മുന്നിലിരിക്കുന്ന ഒരു ബസ് കണ്ടക്ടർ ആയിരിക്കും. ആ പഠിക്കാനുള്ള ആവശ്യമായി ആദ്യം പ്രപഞ്ചം നമുക്ക് തന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് കാണില്ല. കാണാതെ നമ്മൾ ആ ഗുരുവിനെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ആഗ്രഹിച്ച് തുടങ്ങുമ്പോൾ ആ ആഗ്രഹത്തിന് തൊട്ടടുത്ത നിമിഷം അത് റെഡി ആയിട്ട് മുന്നിലുണ്ടാവും. അപ്പൊ അത് എങ്ങനെ അതിലേക്ക് എത്തണം എന്നുള്ള ഒരു പാഠം കൂടി അതിലുണ്ടാവും. അപ്പൊ അവിടെ മുതൽ ആ ആഗ്രഹിച്ച നിമിഷം മുതൽ ഒബ്സർവ് ചെയ്യുക. എന്റെ മുന്നിലുള്ള വ്യക്തി ഞാൻ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നടത്താൻ എന്തോ കാര്യങ്ങളുമായിട്ട് എന്നിലേക്ക് വന്നിട്ടുണ്ട്. എന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന സാഹചര്യം പോലും അതിലേക്ക് എന്നെ നയിക്കാൻ എന്തോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കീപ് ഗോയിങ് എന്ന് പറഞ്ഞ പോലെ മുന്നോട്ട് തന്നെ ഗുരുക്കന്മാരൊക്കെ റെഡി ചെയ്ത് നിൽക്കുകയാണ്. ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ അതിന് മുന്നേ റെഡി ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോഴാണല്ലോ കുറച്ചും കൂടി നേരത്തെ അതൊക്കെ ആഗ്രഹിക്കായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. പോയി ദിസ് ഇസ് ദ റൈറ്റ് ടൈം, ഐ എം ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ്. ചില സമയത്ത് നമുക്ക് അത് അപ്പൊ ചെയ്യേണ്ടായിരുന്നു, ഇത് ഇപ്പൊ ചെയ്താൽ മതി എന്ന് തോന്നുമ്പോൾ ഇത്ര അതേ സെന്റൻസ് ലൂയി ഹെയുടെ ഒരു സെന്റൻസ് ആണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാര്യം അവര് പറയുന്ന ഒരു സെന്റൻസ് ആണ്, ഐ ആം ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ്. അത് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് തോന്നും, നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കൊരു വല്ലാത്തൊരു ധൈര്യവും കരുത്തൊക്കെ കിട്ടും. അപ്പൊ അതിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആർജിച്ചെടുക്കാം. താങ്ക് യു നൗഫൽ. താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഓ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. എന്താ കഥ? കാരണം എന്താ സ്റ്റോറിന്റെ മലയാളം പറഞ്ഞാണ് കഥ. എന്തായാലും ഒരുപാട് അറിവുകൾ എനിക്ക് തോന്നുന്നു. ഈ ഒരു വാക്കുണ്ട്, അറിവ് ഒരു കടലാണ് അല്ലെ? അറിവ് ഒരു കടലാണ് എന്ന് പറയുന്നേക്കാം. ഈ കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുമ്പോഴും അത് ആഴം കൂടി വരികയാണ്. അതേപോലെ തന്നെ പ്രവീണ മാം പറഞ്ഞത്, ഞാൻ സൈക്കോളജി പഠിക്കാൻ
അപ്പൊ സൈക്കോളജിയിൽ വിവിധ ഭാഗങ്ങളുണ്ട്, ഒരുപാട് ഏരിയകളുണ്ട്. നമുക്ക് ഈ ഏരിയ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് മുതൽ ഏരിയ തിരിക്കാൻ തുടങ്ങിയില്ല അല്ലേ? 10ാം ക്ലാസ്സിന്ന് നമ്മളോട് ചോദ്യം ചോദിച്ചു, +1 പഠിക്കുമ്പോ സയൻസ് വേണോ കൊമേഴ്സ് വേണോ അല്ലേ? ഇങ്ങനെ ഏരിയ തിരിച്ച് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നു അത്രമാത്രം ഏരിയ തിരിച്ചു പോവുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റാതെ ആയി പോവുകയാണ്. അതേപോലെ തന്നെ പാരാസൈക്കോളജി ഉണ്ട്. പാരാസൈക്കോളജി വിവിധ ഏരിയകൾ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത ഏരിയകളാണ്. സൈക്കോളജിയിൽ കുറച്ച് ബന്ധം തന്നെയെങ്കിലും ഉണ്ട്. ഇത് ഒരു ബന്ധമില്ലാത്ത ഏരിയകളാണ് പാരാസൈക്കോളജിയിൽ വരുന്നത്. ഒരു വിഭാഗം പറയുന്നു ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റേ വിഭാഗം അങ്ങനെ സംഭവം തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കും തോറും നമ്മൾ എവിടേക്കാണ് ഇത് എത്തുന്നത്, എന്താണ് ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം അറിവുകളാണുള്ളത്. നമ്മൾ വെറും എന്താ പറയാ, ഒരു ടീസ്പൂൺ വെള്ളം, കടലിൽ നിന്ന് ഒരു ടീസ്പൂൺ വെള്ളം എടുത്തതുപോലെയാണെന്നൊക്കെ മനസ്സിലാകുന്നത് പഠിക്കുമ്പോൾ മാത്രമാണ്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു NLP ഹീലിംഗ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ അത് ഒരു വലിയൊരു പ്രശ്നം വന്നാൽ ആ ഹീലിംഗ് ഇല്ലാതാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം വലിയ ഹീലിങ്ങുകളൊക്കെ NLP നടക്കുന്നുണ്ടെങ്കിലും ഒരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ ചെയ്ത ഹീലിംഗ് ഒക്കെ നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാല് ചില ഹീലിങ്ങുകൾ, അതായത് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി, ഏജ് റിഗ്രഷൻ തെറാപ്പി, ഇതുപോലുള്ള തെറാപ്പികൾ ഉണ്ട്. അത് പാരാസൈക്കോളജിയാണ്, പക്ഷെ അത് നിലനിൽക്കുന്ന ഹീലിംഗ് ആണ്. അപ്പൊ അത്തരം ഹീലിംഗിലേക്ക് ഒന്നുകൂടി പോയി നോക്കുക. ഏതായാലും അന്വേഷിക്കല്ലേ, പഠിക്കല്ലേ, വണ്ടി അങ്ങോട്ടും ഒന്ന് പോട്ടെ കുറച്ച് ദിവസം. അപ്പോ ഒരു ഏതെങ്കിലും കോഴ്സുകൾ അല്ലെങ്കിൽ ചിലപ്പോ ഫംഗ്ഷനുകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് അതേപോലെ തന്നെ എറണാകുളമൊക്കെ ചില ഫംഗ്ഷനുകൾ നടക്കാറുണ്ട്. ഇതിനെ കുറിച്ച് വിദഗ്ധരായ ആളുകൾ തന്നെയാണ്. പക്ഷെ ഒരു 10-15ഒക്കെ ഒറ്റ ഹീലിങ്ങിന് കൊടുക്കേണ്ടി വരും. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മെച്ചപ്പെടും എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, ഞാൻ NLP പഠിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ NLP പഠിച്ച രീതിയിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, അത് മറ്റു രീതിയിലേക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം നമ്മളൊക്കെ ജനിച്ച് പറയുന്ന എല്ലാ പഠനങ്ങൾ പറയും 7 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണോ വളർത്തപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ മരണം വരെ നമ്മൾ പെരുമാറുകയുള്ളൂ എന്നുള്ളത് സത്യമുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ രീതിയിൽ വളർത്തപ്പെട്ടതിന്റെ ഒരു പതർച്ചയും ഒരു ടെൻഷനും ഒക്കെ വരാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ വീണ്ടും ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് നടത്താൻ ഇത്തരം പഠനങ്ങൾ നമ്മളെ സഹായിക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നം അയ്യോ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും എന്നൊരു ചിന്ത തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്, ഇപ്പോഴും വരാറുണ്ട്. പക്ഷെ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആ സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചുവെങ്കിലും ഉടനെ ഷിഫ്റ്റിംഗ് ചെയ്യാൻ നമുക്ക് പറ്റും. അതൊരു പ്രാർത്ഥന, ഇപ്പൊ ഓൾ തോട്ട്സ് ആർ പ്രേയേഴ്സ് എന്ന് പറയുന്നത് പോലെ ഓക്കെ ശരിയാണ്, എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ പിടിച്ചു കയറും, എനിക്കൊരു വഴി എന്റെ മുന്നിൽ തെളിയും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. NLP ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്, അതിലെ അറിവുകൾ വെച്ചിട്ട് മറ്റൊരു തലത്തിലൂടെയാണ് ഞാനിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ചോദ്യം ചോദിക്കേണ്ട ഒരു പെണ്ണിനോട്, ആ പെണ്ണിനോട് പ്രേതത്തെ പേടിയുണ്ടോ ചോദിക്കും. അപ്പൊ അങ്ങനെ സംഭവമില്ല, അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്, അങ്ങനെ എനിക്ക് പേടിയില്ല എന്നൊക്കെ പറയുന്നതിനിടയിൽ ഇവര് തമാശക്ക് ഒരു പെണ്ണിനെ വെള്ള സാരിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ബാക്കിൽ ഇങ്ങനെ വന്നിട്ട് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തിരിഞ്ഞു വെക്കുമ്പോ വെള്ള സാരി എടുത്ത പ്രേതം മോഡലായിരിക്കും, പേടിച്ചു ഓടും. ഇതൊക്കെ പറഞ്ഞ് എനിക്കങ്ങനെ പേടില്ല, പ്രേതമില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് പേടിച്ചോടുന്നത്. അപ്പൊ എന്താണ്, അതിന്റെ ഉള്ളിൽ ആ സംഭവം ഉണ്ട്, അവരുടെ ഉള്ളിൽ പ്രേതമുണ്ട്, പക്ഷെ പുറത്താണ് പ്രേതം ഇല്ലാത്തത്. പുറത്ത് പറയുമ്പോ അതൊക്കെ അന്ധവിശ്വാസമാണ്, അങ്ങനെ സംഭവമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പുറമേയാണ്. ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഈ പ്രേതത്തിന്റെ വിശ്വാസം ഉണ്ട്. അപ്പൊ ആ ഉള്ളിലുള്ള വിശ്വാസത്തെയാണ് അവിടെ
ചൂഷണം ചെയ്തവര്. അപ്പൊ അത് അവർ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതുകൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ വിശ്വാസം കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പാരാസൈക്കോളജിയിൽ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഹീലിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. സൈക്കോളജി പഠിച്ച ആളുകൾക്കൊന്നും പെട്ടെന്ന് ഒരു ക്ലാസ്സാണ്. എന്തായാലും ശ്രമിക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ഒരാൾക്കും കൂടെ ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ചാൻസ് ഞാൻ തരികയാണ്. അപ്പം ആരാണ് വരുന്നത്? മാജിക് മോർണിംഗ്. മണി സർ. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്വന്തം ജീവിതാനുഭവങ്ങൾ ചേർത്തിട്ടുള്ള ഒരു നല്ല ക്ലാസ് തന്നെയായിരുന്നു. നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഏറെ വിഷയങ്ങൾ ഇന്ന് വളരെ റിലാക്സ് ആയിട്ടാണ് മാം പറഞ്ഞത് എല്ലാം. അപ്പോൾ സ്വന്തം അറിവ് നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അതിലേക്ക് വേണ്ടിയിട്ട് പല കോഴ്സുകളും അറ്റൻഡ് ചെയ്ത് അത് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുണ്ടായതിന് വളരെയധികം നന്ദി പറയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഇന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ നമുക്ക് അറിവ് നേടാനും നമ്മളെ ആഗ്രഹങ്ങളാണ്, തോട്ട്സ് ആർ, അത് നമ്മളെ ആഗ്രഹങ്ങളാണ് എല്ലാം. അപ്പൊ നമ്മളത് പ്രയാസമാണെന്നുള്ള അത് പോയിന്റ്. അതേപോലെ പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നുണ്ട്. ഏതായാലും മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മണി സാർ, താങ്ക് യു സോ മച്ച്. റിലാക്സ്ഡ് ആണെന്ന് പറഞ്ഞു മണി സാർ അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ഇപ്പൊ പൊതുവെ ഞാൻ റിലാക്സ്ഡ് ആണ്, മറ്റെന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടാവുന്നു തകർന്നു പോവുകയും ഒരു സന്തോഷം വരുമ്പോൾ വല്ലാതെ എക്സൈറ്റഡ് ആവുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ഇപ്പൊ അതിന്റെ നടുവിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ മനസ്സിലാക്കി ഫീൽ ചെയ്ത് ഐ എം റിലാക്സ്ഡ്, ഐ എം ഫീലിംഗ് റിലാക്സേഷൻ. എന്താണെന്ന് അറിയില്ല. എന്ത് വിഷയം വന്നാലും ഓക്കെ, എന്തിനേയും നോക്കാം. ഒരു എക്സൈറ്റ്മെന്റ് വരുമ്പോ, ഒരു ടൂറിന് പോകുമ്പോൾ നമ്മുടെ എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും? ഓ, ടൂറിന് പോകുമ്പോ അങ്ങനെയാണ് കുട്ടികളൊക്കെ കാണിക്കുന്നത് കണ്ടില്ല, അതൊരു എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷെ അതിന്റെ നടുവിൽ പിടിക്കുന്നു. കാരണം ഈ ടൂർ എന്ന് പറയുന്നത് ഈ എക്സൈറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലെപ്പോഴും സ്മൂത്തായി പോയിക്കൊള്ളുന്നത് ഒരു നിർബന്ധവും ഉണ്ടാവില്ല. ഇനി അതിലെവിടെയെങ്കിലും ആ ടൂറിന്റെ ഇടയിൽ ഒരു കുട്ടിക്ക് ഒന്ന് വയ്യാതായി വിചാരിക്കാം, നമ്മൾ പറയുന്നത് എന്താ? ഓ, ആ കുട്ടി കാരണം നിങ്ങൾക്ക് ടൂറ് മുഴുവൻ ബോറായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉഷാറാക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ടൂർ എന്ന് പറയുന്നത് കുട്ടി ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് എക്സൈറ്റഡ് ആവുകയാണ്. അപ്പൊ ആ എക്സൈറ്റ്മെന്റ് ഒരു പ്രശ്നം വരുമ്പോൾ അത് ഉൾക്കൊള്ളാനാവാതെയാണ് നേരെ താഴോട്ട് ഇന്ന് പോരുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു സന്തോഷം ഉണ്ടാകുമ്പോൾ പോലും ഒരുപാട് ലൈഫിൽ എക്സൈറ്റഡ് ആകാതെ യെസ്, അത് എന്നിലൂടെ നടത്തപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ വി ഫീൽ റിലാക്സ്. അതിന് അതിനേതായിട്ട് ഉൾക്കൊള്ളാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന കാര്യം അത് നടന്നില്ലെങ്കിലും പോലും ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഇസ് ദ ഡിസിഷൻ ഓഫ് ദി യൂണിവേഴ്സ്, ഇറ്റ് ഇസ് പ്രൊട്ടക്ടിങ് മീ എന്ന് പറഞ്ഞ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റും. എന്തുകൊണ്ടോ ഇപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്തയിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. എന്നാലും ആൾക്കാർ പറഞ്ഞ പോയിന്റ് ശരിയാണ്. ഐ ആം ഫീലിംഗ് സോ മച്ച് റിലാക്സ്ഡ്. താങ്ക് യു. ഓക്കെ, ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ. പ്രവീണ മാം, ഗുഡ് മോർണിംഗ്. ഡയറക്റ്റ് സ്റ്റോറി ആണോ ക്ലാസ് ആണോ എല്ലാം മിക്സ് ആയിട്ട് വളരെ സൂപ്പറായിട്ട് ഞങ്ങളെ എൻഗേജ് ചെയ്തു മാം. നേരെ ഡയറക്റ്റ് മാം കോവിഡ് കാലഘട്ടത്തിലേക്ക് കയറി സ്റ്റോറിയിൽ. അത് എല്ലാവരും അങ്ങനെ കയറാറില്ല എങ്കിലും ഞാൻ പറഞ്ഞു ഓൾ തോട്ട്സ് ആർ പ്രയേഴ്സ്. ശരിയാണ്, നമ്മളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ അതാണ്, നമ്മുടെ തോട്ട്സ് ആണ് പ്രയേഴ്സ് ആയിട്ട് മാറുന്നത്. പിന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കണം തീർച്ചയായിട്ടും. അതാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക, അറിവ് നേടുക. ജീവിതത്തിൽ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ സമചിത്തതയോടെ നേരിടാൻ നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ നിന്നും അതുപോലെ പഠനങ്ങളിൽ നിന്നും ഒക്കെ സഹായിക്കും. അപ്പം മാഡത്തിന്റെ സ്റ്റോറിയിൽ നിന്നാണെങ്കിലും അത് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു സോ മച്ച്. അപ്പൊ നാം എടുത്ത ശീലം, നാം എടുത്തു പറഞ്ഞ കാര്യം ഞാൻ ഓർത്തേക്കാണ്. ഇപ്പൊ ഒരു അസുഖം വരുമ്പോൾ ഒരു ടാബ്ലറ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ച് ചോദിക്കും, ഓ ഇത് കുടിച്ചാൽ മാറുമോ എന്തോ.
ഇതാണ് ചിന്ത. പിന്നെ എങ്ങനെയാണ് അത് മാറുന്നത്? ആ ചിന്ത ഒരു പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. അത് മാറാൻ പോകുന്നില്ല. മറിച്ച് ഈ 4 ഗുളികയുള്ളത് ആദ്യത്തെ ഗുളിക എടുക്കുമ്പോൾ ഇത് തന്നെ ധാരാളം, എന്തായാലും ഞാൻ ഇവിടെ കഴിച്ചു തുടങ്ങുകയാണ്, ഇത് എന്നെ പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒരു പടി മുന്നിലേക്ക് കരുത്തോടെ മുന്നോട്ട് നയിക്കും എന്ന് ചിന്തിപ്പിച്ച് വായിക്കുമ്പോൾ ഈ 4 എണ്ണത്തിന്റെ ഫലം ഈ ഒറ്റ ഗുളികയിൽ നിന്ന് നമുക്ക് കിട്ടും. കാരണം ചിന്ത പ്രാർത്ഥനയായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഓൾ തോട്ട്സ് ആർ പ്രേയേഴ്സ്. ഇന്നത്തെ ടേക്ക് അവേ നമുക്ക് എല്ലാവർക്കും ഇതാവട്ടെ. ഇന്നത്തെ എന്റെ സ്റ്റോറിയിലൂടെ ഞാൻ പറയുന്നത് ഇത്ര മാത്രം. ഇപ്പൊ റീസെന്റ് ആയി പഠിച്ച ഒരു ടോപ്പിക് വീണ്ടും പൊടിതെറ്റൊന്ന് പഠിക്കാൻ എടുത്തപ്പോഴാണ് ഈ ഒരു സെന്റൻസിന്റെ മനസ്സിലേക്ക് എന്റെ മുന്നിലേക്ക് വന്നത്. അതൊരു പക്ഷെ ഇന്നത്തെ ട്രൂ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്റെ യൂണിവേഴ്സ് അതിനായിട്ട് എന്നെ ഒരുക്കിയതായിരിക്കും. സോ ഇന്നത്തെ ടേക്ക് അവേ, all thoughts are prayers. I bless you all, I thank you all, and love you all. Good day. Thank you, ma'am. Thank you, ma'am. Thank you, Thank you. Pravana ma'am. Thank you all. Thank you, ma'am. താങ്ക് യു എല്ലാവർക്കും നന്ദി. Thank you, ma'am. Thank you, Pravina ma'am. Thank you all. Okay.